ഹായ് ഫ്രണ്ട്സ്, ടെക് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെവൽ ക്രിയേഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഗ്രിഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാസ്സാണ്. അപ്പോൾ സിമ്പിളാണ്. ലെവൽ ക്രിയേറ്റ് ചെയ്ത അതേ സെയിം ടാബിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ ആർക്കിടെക്ചർ ടാബിൽ പോവുക. അതിൽ ഡാറ്റ പാനലിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ലെവൽ ഹൈഡായിട്ട് ഇരിക്കുന്നത് കാണാം, പക്ഷേ നമുക്ക് ഗ്രിഡ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത് കാണാം. അതിൻ്റെ കാരണം എന്താ വെച്ചെങ്കിൽ ലെവൽസ് നമുക്ക് സെക്ഷൻ വ്യൂവിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ പ്ലാൻ വ്യൂ ആണ്. പ്ലാൻ വ്യൂവിൽ ഗ്രിഡാണ് നമുക്ക് ഷോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഈ ഗ്രിഡ് ക്ലിക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടിയുണ്ട്. നമുക്ക് ഇതിൻ്റെ ഷോർട്ട് ഫോം ഉണ്ട്. ജസ്റ്റ് ഇത് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണിക്കും ഗ്രിഡ് GR എന്ന് അടിച്ചു കൊടുത്താലും ഈ ഗ്രിഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ഗ്രിഡ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു ഗ്രിഡ് ക്രിയേറ്റ് ചെയ്തു. ഗ്രിഡ് നമ്പർ 1. നമുക്ക് ഓട്ടോകാഡിലൊക്കെ ആണെങ്കിൽ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ബബിളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി റിവിറ്റ് തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ നമുക്ക് ഓർഡറിൽ നമ്പറും റിവിറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. നമ്മളിപ്പോൾ ഈ ഡോട്ടഡ് ലൈനിൽ വെച്ചിട്ട് ലോക്ക് ചെയ്യാനുള്ള എളുപ്പത്തിൽ നമുക്ക് ലോക്ക് ചെയ്ത് ഗ്രിഡ്സ് പോകണമെങ്കിൽ ഈ ഡോട്ടഡ് ലൈൻ ബ്ലൂ കളറിലുള്ള ഡോട്ടഡ് ലൈനിൽ വെച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വരുമ്പോഴും അതേ ഒരു ഡോട്ടഡ് ലൈൻ കാണാം. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ലോക്ക് സിസ്റ്റം എടുക്കും നമ്മുടെ റിവിറ്റ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ നമ്പറിങ് നിങ്ങൾ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 1 കഴിഞ്ഞിട്ട് അടുത്ത് 2 ആണ്. അടുത്ത് അതേപോലെ തന്നെ നമ്മൾ അടുത്തത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്പറിങ് അത് 3 ആയിട്ട് നമുക്ക് റിവിറ്റ് ഓട്ടോമാറ്റിക്കലി എടുക്കും. അതേപോലെ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഗ്രിഡ് വരയ്ക്കാൻ നമ്മൾ സെയിം ഗ്രിഡ് എടുത്ത് നമ്മൾ വരച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ബബിൾസിൻ്റെ ഉള്ളിൽ 4 എന്നുള്ള നമ്പർ മീൻസ് ഇതിൻ്റെ കണ്ടിന്യൂറ്റി 3 കഴിഞ്ഞിട്ട് 4 എന്നുള്ള ഇതിലേക്ക് പോകും. പക്ഷെ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ വെർട്ടിക്കലായിട്ടുള്ളത് നമ്പേഴ്സ് ആണെങ്കിൽ ഹൊറിസോണ്ടലായിട്ടുള്ളത് നമ്മൾ ABCD അങ്ങനെയാണ് നമ്മൾ സാധാരണ ഡ്രോയിങ്ങുകളിൽ യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടുത്തെ ഈ 4 എന്നുള്ളത് ഞാനിത് മാറ്റി കൊടുക്കുകയാണ്. A എന്നുള്ള ഇതിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മൾ വരയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിവിറ്റ് BC അങ്ങനെ ഓട്ടോമാറ്റിക്കലി എടുക്കും. കണ്ടോ, ഇപ്പോൾ B ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യും. നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് ഇനി എത്ര ഗ്രിഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്താലും അതിൻ്റെ നെക്സ്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെറ്റേഴ്സ് കറക്റ്റായിട്ട് ഓർഡറിൽ നമുക്ക് റിവിറ്റ് പ്ലേസ് ചെയ്ത് തരും. അപ്പം ഗ്രിഡ് നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സെയിം നമ്മൾ ലെവൽ എവിടെ നിന്നാണോ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പാനൽ ഏത് ടാബിൽ ഏത് പാനലാണ് എടുത്തത് അതേ സെയിം ആർക്കിടെക്ചർ ടാബിൽ ഡാറ്റം പാനലിലാണ് ഈ 2 ലെവലും ഗ്രിഡും നമുക്ക് കിട്ടുക. അപ്പം ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റായി. അപ്പോൾ ഒരു ഗ്രിഡ് എങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് വരയ്ക്കാം എന്നുള്ളത് മനസ്സിലായി നമുക്ക്. ഇനി നമുക്ക് ഈ ഗ്രിഡ് ഇതിൻ്റെ ഡിസ്റ്റൻസ് ഒരു ഗ്രിഡ് ടു അനദർ ഗ്രിഡിൻ്റെ ഡിസ്റ്റൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യാം. നമ്മൾ ലെവൽസിൽ എങ്ങനെയാണോ നമ്മൾ ചെയ്തത് അതേപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു ഗ്രിഡ് വിട്ട് അടുത്ത ഗ്രിഡിൻ്റെ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ സെൻറ്ററിൽ നമുക്ക് അതിൻ്റെ വാല്യൂ കാണിക്കും. ആ വാല്യൂ നമുക്ക് ജസ്റ്റ് എഡിറ്റ് ചെയ്യാം. അതിപ്പോൾ നമുക്ക് ഇവിടെ 4 കാണിക്കുന്നത്, ഞാൻ 5 ആക്കാൻ ചേഞ്ച് ആക്കാൻ പോവാണ് 5 മീറ്ററിന്ന്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഗ്രിഡ് അങ്ങോട്ട് നീങ്ങിപ്പോകും 5 മീറ്ററിലേക്ക്. അപ്പോൾ ഇത് ഓൾറെഡി 6 മീറ്റർ ഉണ്ടായിരുന്നതാണ്, അതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി 5 എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ടുള്ള ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മേളിൽ ഒരു ഗ്രിഡ് ചേഞ്ച് ചെയ്യുന്നതും ഇതേപോലെ തന്നെയാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗ്രിഡ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ 3.4 ഞാൻ 5 മാറ്റാം. അപ്പോൾ 5 ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 5 മീറ്ററിലേക്ക് മാറും. അതുപോലെ താഴത്തെ 3 something ആണ്, അതും ഞാൻ 5 മീറ്ററിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇങ്ങനെ മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഗ്രിഡ് വന്നിട്ട് അത് 5 മീറ്ററിൽ പോയിട്ട് പ്ലേസ് ആകും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഗ്രിഡിൻ്റെ എന്താ പറയുക സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് റീനെയിം ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഗ്രിഡിൻ്റെ സ്പേസ് വന്നിട്ട് നമുക്ക് ആവശ്യം അനുസരിച്ചിട്ടുള്ള റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ് നമ്മുടെ റിക്വയർമെൻറ്റ് അതനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും.
പിന്നെ ഈ ഗ്രിഡിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കാഡിലൊക്കെ ചെയ്യാറുള്ളത് പോലെ തന്നെ ഇതിൻ്റെ XY കോർഡിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ XY കോർഡിനേഷനിൽ ഒരു എക്യുപ്മെൻറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ XY കോർഡിനേഷനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രിഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.